സുരേഷ് കുമാർ ഇവിടെ ഈ തന്ത്രിയെ ഒരിക്കൽ ചോദ്യം ചെയ്ത് വിട്ടതാണ്. ഇന്നലെ പിന്നെ വിളിച്ചു അറസ്റ്റ്. അതുപോലെ കടകംപള്ളിയെയും പ്രശാന്തിനെയും ഒരിക്കൽ ചോദ്യം ചെയ്ത് വിട്ടതാണ്. ആരും സേഫ് അല്ല ശ്രീ സുരേഷ് കുമാർ. അല്ല, ആരെങ്കിലും സേഫാണ് എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ് ഒരിക്കലും അത്തരത്തിലൊരു വാദഗതി ഉയർത്തിയിട്ടില്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചയെ സംബന്ധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യാതൊരു വിധത്തിലുള്ള സങ്കോചവുമില്ലാതെ യാതൊരുവിധ ബാഹ്യ ഇടപെടലുമില്ലാതെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പഴി പറയുന്നത് ആരാണ്? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടുന്നത്. ഈ അന്വേഷണം അവർക്കിഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആഹാ കൊള്ളാം. അവർക്ക് ഏതെങ്കിലും രൂപത്തിൽ ഇഷ്ടമില്ലാത്ത പ്രവൃത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ പുരോഗതി കൃത്യമായി സീൽ വെച്ച കവറിൽ പരിശോധിക്കപ്പെടുന്ന ഈ അന്വേഷണത്തെ സംബന്ധിച്ച് അപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെയും കൂകി വിളിക്കുകയാണ്. അതല്ലേ ഇവിടെ ഉണ്ടായത്. തന്ത്രിയുടെ അറസ്റ്റ് ഒരാളിൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹ പാനലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്നത് ഇത് അല്പം തിടുക്കപ്പെട്ടുപോയി. ഈ അറസ്റ്റോ അല്ലെങ്കിൽ ഈ അന്വേഷണമോ ഏത് രൂപത്തിൽ നടക്കണമെന്ന് മുൻവിധിയോടുകൂടി തീരുമാനിക്കപ്പെടുകയാണ്. ഇത് ധാർമ്മികമായി ശരിയാണോ? അതാണ് അവിടെ ബഹുമാനപ്പെട്ട ഹാഷ്മിയുടെ ഇടപെടൽ ഉണ്ടായില്ല. അങ്ങനെയാണോ അഭിപ്രായ പ്രകടനം നടത്തേണ്ടുന്നത്? ആരെ എപ്പോൾ അറസ്റ്റ് ചെയ്യണം, ആരെ എപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കണം എന്നത് ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ ചർച്ചയെ നയിക്കുന്ന ഹാഷ്മി അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഹാഷ്മിയാണോ തീരുമാനിക്കേണ്ടുന്നത്? നമ്മളല്ല അത് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ഡിസൈഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ബഹുമാന്യരായ 2 ജഡ്ജിമാർ അവരുടെ മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് വളരെ കൃത്യതയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച് BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഈ അന്വേഷണ ടീമിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ഉൾപ്പെടെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഹിഡൻ അജണ്ട ഇല്ല. ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ളത് കൃത്യമായ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ ഇടയിൽ കയറി ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് തെറ്റാണ്. അവിടെ ഞാൻ വളരെ കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പറയുന്നു, ഈ അന്വേഷണത്തിൻ്റെ വഴി തെറ്റിക്കുന്നതിന് വേണ്ടി, ഈ അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട തന്ത്രിയുടെ വീട്ടിലേക്ക് ത്വരിത വേഗത്തിൽ ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത് എന്നത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ ചാനൽ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കാൻ തയ്യാറാവുകയാണ്. ഇത് CPMന്റെ ഭാഗത്ത് നിന്നൊരു ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ആരുടെയെങ്കിലും വീട്ടിലേക്ക് കടന്നു ക്ഷേത്രക്കൊള്ളയിൽ അറസ്റ്റിലായാൽ അവർ കുറ്റമുക്തരാക്കി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദം മാറ്റിവെച്ച് അന്വേഷണത്തിന് പിന്തുണ കൊടുക്കണം. അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ജില്ലാ അധ്യക്ഷൻ അങ്ങോട്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഷാജി രാഘവൻ അതങ്ങനെ ഓൺ ചെയ്ത് പറയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.